നമുക്കിവിടുന്ന് ഈസി ആയിട്ടൊരു പെപ്പർ ചിക്കൻ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ 1 സ്പൂൺ ഉപ്പ്, പിന്നെ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി, കുരുമുളക് പൊടി ചേർത്ത് ഇച്ചിരി തൈരൂട് ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഇതൊന്ന് 1 മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്കൊരു പാൻ എടുത്തിട്ട് ചൂടാക്കി അതിനകത്ത് വെളിച്ചെണ്ണ, ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കണം. നമ്മളിത് 2 ബാച്ചായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് വലിയ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, ഒരു ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പം ഈ ചിക്കൻ പൊടിഞ്ഞും പോകത്തില്ല, ഒന്നുകൂടെ ഇതിൻ്റെ ടേസ്റ്റ് നല്ലതാവും. ഇതൊന്ന് നല്ലതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഞാനിതെല്ലാം കോരിയെടുത്തിട്ടുണ്ട്. അടുത്ത ബാച്ചും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിന് ഗ്രേവിക്കായിട്ട് 3 സവാള, 1 തക്കാളി, ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ എടുത്ത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പാനിൽ തന്നെ എണ്ണ ചൂടായിട്ട് ഞാൻ കടുക് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ സ്ലൈസ് ചെയ്ത സവാള ഇട്ട് നല്ലപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ, നല്ലതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിനകത്ത് കറിവേപ്പില ഇടാം. അതും നല്ലതായിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ആ നേരം കൊണ്ട് ഞാനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുരുമുളക്, പിന്നെ ജാതിക്ക, ഏലക്കയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം നമുക്ക്. ഞാനിത് നല്ലപോലെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ളിയുടെ കൂടെ ഒന്ന് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ആ നേരം കൊണ്ട് ഞാനിവിടെ പൊടികൾ എടുത്ത് വെക്കുന്നുണ്ട്. ഇവിടെ ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൊടി എടുത്തിട്ടുണ്ട്. നമുക്കിത് ചേർത്ത് ഇതൊന്ന് നല്ല പച്ചമണമൊക്കെ മാറി അതിനകത്തൊരു തക്കാളിയും കൂടെ നമ്മൾ ചേർക്കണം. പിന്നെ ഇച്ചിരി വെള്ളം, അതിനാവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി ഈ ചിക്കനോട് നമുക്കിതിനകത്ത് ഇടാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നല്ല ഗ്രേവി പോലായി വരുമ്പോൾ അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. പെപ്പർ ചിക്കൻ ആയിട്ടുണ്ട്. നമുക്കിത് ചപ്പാത്തിക്കോ ചോറിനൊപ്പം കഴിക്കാം.